അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ സിലോപ്പിയ. അപ്പോൾ നമ്മളത് കഴുകിയെല്ലാം നല്ല സെറ്റപ്പാക്കി എല്ലാം എന്താ പറയുന്നത് വരഞ്ഞെല്ലാം വെച്ച് ഇരിക്കുകയാണ്. അപ്പോൾ ഇതിന് സിലോപ്പിയ എന്ന് പറയും, പിന്നെ തിലോപ്പിയ, പിന്നെ നമ്മുടെ ഇവിടെ പറയുന്നത് കട്ട്ലെന്നാണ്. അപ്പോൾ ആ സാധനമാണ്. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ വറുത്ത് അരച്ച നമ്മുടെ നാടൻ ഒരു കറി. അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ രണ്ട് സ്റ്റൗവിലായിട്ട് നമ്മൾ പരിപാടി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി, നമ്മുടെ നാടൻ ചട്ടി, അതായത് മൺചട്ടി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റൗ കത്തിച്ചു. അപ്പോൾ ചീനച്ചട്ടിയിൽ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അതായത് ഇപ്പം നമ്മളുണ്ടല്ലോ ഒരു അരമുറി നമ്മുടെ തേങ്ങ ചിരകി എല്ലാം വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ചീനച്ചട്ടി ചൂടായോ? എൻ്റെ കൈ കൊള്ളി. അപ്പോൾ നമുക്കിത് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ പരിപാടി ഇതിൻ്റെ അകത്ത് ചേർക്കാനുള്ള ഗ്രേവി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടികളങ്ങ് നടക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് സ്റ്റൗവിലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ എടുക്കുന്നത് വെച്ചാൽ നാടൻ കറി ആയതുകൊണ്ടാണ്. അപ്പം നമ്മുടെ തേങ്ങയ്ക്കകത്ത് ഇപ്പം എണ്ണ ഒഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പിന്നെ അത് അടിക്കെങ്ങാണോ അബദ്ധത്തിൽ പിടിച്ചെങ്കിൽ മാത്രം നമുക്ക് അല്പം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാര്യം തേങ്ങ ആയതുകൊണ്ട് വേറെ എണ്ണയൊന്നും ഒഴിക്കണ്ട, വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചാൽ അതിൻ്റെ നമുക്ക് ഒരു സ്വല്പം ഒഴിച്ചേക്കാം. അബദ്ധത്തിലെങ്ങാണും ഒരു സ്പൂൺ ഒഴിച്ചു. പിന്നെ ഇതുണ്ടല്ലോ തേങ്ങ വറക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പിന്നെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം, നിർത്താതെ ഇളക്കി കൊടുക്കുക. കാര്യം കരിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് തേങ്ങ വറക്കുക. പെട്ടെന്ന് അത് നമ്മൾ തിരുമ്മി എടുത്തേക്കുന്ന സാധനമല്ല, അപ്പൊ ചെറുതല്ലേ, നല്ല ചടപടയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കത് ഇളക്കി കൊടുക്കണം. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടാനായിട്ട് നമ്മൾ ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉലുവ പൊടിയല്ല ഇടുന്നത്, ഉലുവയായിട്ട് തന്നെ ഇടുന്നത്. അത് കാരണം നമ്മൾ ആദ്യം തന്നെ എണ്ണയിലേക്ക് ഇടുകയാണ്. അപ്പോൾ അത് ആദ്യം ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കിനും അതിന് ശേഷം നമ്മൾ ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കടുകാണ്. ഉലുവയ്ക്കാണ് കടുകിനേക്കാട്ടിലും മുന്നേ ഇടേണ്ട ആവശ്യം വരുന്നത്. കടുകിനേക്കാളും ചൂട് മൂപ്പുണ്ട്, ഉലുവ. അപ്പൊ എന്തായാലും നമ്മൾ രണ്ടുപേര് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടാനായിട്ട് ഉള്ളി എടുത്തിരിക്കുന്നത് നമ്മുടെ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയായത് ഇതൊരു 10 എടുത്തിരിക്കുന്നത്. പക്ഷെ ചെറിയ ഉള്ളി എന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും നമുക്കത് നല്ല വലുപ്പത്തിൽ ഈ പ്രാവശ്യം കിട്ടിയതുകൊണ്ട് വളരെ വേഗം തന്നെ നമുക്ക് മുറിച്ച് ഒക്കെ എടുക്കാൻ പറ്റും. അപ്പൊ നമ്മളിത് അത് മുറിച്ച് എടുത്തിരിക്കുന്നത്, തൊലി മാത്രം കളഞ്ഞെടുത്തേക്കുമല്ല, അതിന്റെ കൂട്ടത്തിൽ തന്നെ മുറിക്കുകയും കൂടെ ചെയ്തു. അതെ. അപ്പൊ നമ്മുടെ കടുകും നമ്മുടെ ഉലുവയും സെറ്റ് ആയിട്ടുണ്ട്. ഗുസ്തി മത്സരം കഴിഞ്ഞ് അതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ ഉലുവ ഒന്നും കരിഞ്ഞു പോകണ്ട, അത് കരിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഒരു കരിഞ്ഞ തീ ഉണ്ടല്ലോ എപ്പോഴും നമ്മള് ലോ ഫ്ലെയിമിൽ വെക്കണം. കാര്യം വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഈ കലാപരിപാടികളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ തീ ലോ ഫ്ലെയിമിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. തേങ്ങ വറക്കുമ്പോഴാണെങ്കിലും അത് ശ്രദ്ധിച്ചോണം. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് വറക്കുമ്പോൾ ഇച്ചിരി നമ്മൾ സമയം എടുക്കും. എന്നാലും ഉണ്ടല്ലോ കരിഞ്ഞു പോകുന്നത്. കരിഞ്ഞു പോകുന്നത് മാത്രമല്ല, നമ്മളിപ്പം നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചാലും ഏത് പാനിൽ വെച്ചാലും വേണം അടിക്ക് പിടിക്കാനൊക്കെ സാധ്യത. അപ്പം അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് പതുക്കെ. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഇടാനായിട്ട് നമ്മൾ ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെളുത്തുള്ളി. ഇത് നമ്മളൊരു 1/2 ഇഞ്ച് വലിപ്പം മാത്രമുള്ള ഇഞ്ചി എടുത്തിരിക്കുന്നത്. ഇതൊരു 4 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്, വെളുത്തുള്ളിയുടെ അല്ലി. എന്നിട്ട് അത് നമ്മൾ ചെറുതാക്കി മുറിച്ചെടുത്തിരിക്കുക. അപ്പം പെട്ടെന്ന് അങ്ങ് വഴന്ന് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ 4 മീൻ മാത്രമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സിലോപ്പിയ ഉണ്ടല്ലോ, ഇതൊരു സീസണിൽ കിട്ടുന്ന സാധനമാണ്. നമുക്ക് ഈ ഒരു സമയത്ത് ഈ സിലോപ്പിയ നമുക്ക് കിട്ടും. അതെ, ഇത് ഇപ്പൊ മാർക്കറ്റില് ഭയങ്കര ഈസി ആയിട്ട് കിട്ടും. ഇവിടെ അല്ലല്ലോ ഇങ്ങനത്തെ ഈ നമ്മുടെ നാടൻ മീനുകൾക്കെല്ലാം കട്ട്ലെന്നാണ് ഇവിടെ കോമൺ ആയിട്ട് പറയുന്നൊരു പേര്. നമ്മളാണ് ഈ ഓരോ കാറ്റഗറി അനുസരിച്ച് പേര്. അതുപോലെ പരന്നിരിക്കുന്ന എല്ലാ മീനും പാപ്ലേറ്റ്, അതായത് നമ്മുടെ മറ്റേ എന്താ പറയുന്നത് ആവോലി, ആവോലിക്കാണ് ഒരു മെയിനായിട്ട് പാപ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഷേപ്പിലുള്ള എല്ലാ മീനും പാപ്ലേറ്റ്.
പിന്നെ നമ്മുടെ അയലയുണ്ട്, അയല പറയുന്നത് പാമ്പള. പല പല മീനുകൾക്കും പല പല അത് ഇവർക്ക് മലയാളികളെ കാണുമ്പോൾ പ്രത്യേകിച്ച് അറിയേണ്ടി. അപ്പൊ അവരുണ്ടല്ലോ നമ്മളെ വിളിച്ച് പറയും വന്നിട്ടുണ്ട്, മത്തി വന്നിട്ടുണ്ട്, അയല വന്നിട്ടുണ്ട്, നിങ്ങളുടെ സാധനം വന്നിട്ടുണ്ട് എന്ന് അവർ പറയും. ഈ മത്തിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ, മത്തിക്ക് കർലി എന്നാണ് പറയുന്നത്. അപ്പൊ അത് വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മള് അവിടെ നമ്മുടെ ഫോൺ നമ്പറൊക്കെ അവർ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അവർ വിളിച്ച് പറയും കർലി വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും ഒന്നും കിട്ടത്തില്ല കേട്ടോ. അയലയൊക്കെ ഇപ്പൊ ഇവിടെ കോമൺ ആയിട്ട് ഇപ്പം നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ട്. അയലയൊക്കെ ഇപ്പം എന്താ പറയുക ചാകര പോലെ എല്ലാ സ്ഥലത്തും ഇപ്പൊ അയലയാണ് മെയിൻ ഒരു താരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളി ഇത് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട കേട്ടോ. ഇത് അത്യാവശ്യം ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. നമ്മുടെ തക്കാളിക്ക പഴമായിട്ടുള്ള. അപ്പൊ ഇതൊരു ചെറിയ ഒരെണ്ണം എടുത്തിരിക്കുന്നത്, അത് ഇട്ട് കൊടുക്കാവേ. മീഡിയം വലുപ്പത്തിലായിരിക്കും. നമ്മൾ തേങ്ങ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഞാൻ വെള്ളമയൊക്കെ മാറി. നമ്മള് ഹൈലൈറ്റ് ചെയ്യുന്നത് തേങ്ങയാണ്. അപ്പൊ അത് കാരണം തേങ്ങ ആണെങ്കിൽ തേങ്ങ അരയ്ക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ. തേങ്ങ അരച്ച് നമ്മൾ ഏത് കറി വെച്ചാലും അതിലൊരു എന്താ പറയുക പ്രത്യേക ടേസ്റ്റാണ്. അത് നമ്മുടെ മലയാളികളുടെ ഒരു നമ്മളുടെ പ്രത്യേക കറികളിലെല്ലാം തന്നെ തേങ്ങയുടെ ഒരു നമ്മുടെ ഒരു വികാരമാണ്. ഇവിടുത്തുകാരുണ്ടല്ലോ ഈ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഡിഷ് ഉണ്ടാക്കുന്ന ദിവസം എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ട്, അന്നേരം മാത്രം ഇവര് തേങ്ങ മേടിക്കുന്നത്. നമ്മളെ ഉള്ളു മിക്ക ദിവസം തേങ്ങ മേടിക്കുന്നത്. മലയാളികൾ മാത്രമേ ഉള്ളൂ തേങ്ങ ഡെയിലി യൂസ് ചെയ്യുന്നത്. നമ്മൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഇവിടുത്തുകാർക്ക് അങ്ങനെ ചട്നി ഉണ്ടാക്കാനായിട്ട് ഇപ്പം ദോശക്കുള്ള ചട്നി ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കാനായിട്ട് മാത്രമേ തേങ്ങ യൂസ് ചെയ്യും. തേങ്ങയും അതും ആ ചട്നി ഉണ്ടാക്കുമ്പോൾ കേൾക്കുന്നുണ്ടോ? അതൊരു പ്രത്യേക രീതി. അതുണ്ടല്ലോ നമ്മുടെ പരിപ്പില്ല, നമ്മുടെ സാമ്പാർ പരിപ്പ്. ആ സാമ്പാർ പരിപ്പ് തേങ്ങയും പിന്നെ മല്ലിയില, പുതിനയില ഇടയ്ക്ക് ചേർക്കും. ഇതെല്ലാം കൂടെ അരച്ചിട്ടാണ് അവർ ചട്നി ഉണ്ടാക്കുന്നത്, ദോശക്കുള്ള ചേർത്ത്. ഇതിന് കടുക് വറുത്ത് അതൊരു നല്ല ടേസ്റ്റാണ് സംഭവം കേട്ടോ. അതെ ഏകദേശം തേങ്ങ അത്യാവശ്യമായി വരുന്നുണ്ട്. നമ്മുടെ 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടിയെ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് കൂടുതലായിട്ടിടുന്നത്. അത് നമ്മൾ 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി. ഇതിൻ്റെ തീരെ സ്വല്പം കുറച്ചിട്ട് എൻ്റെ അതിൽ പൊടി ഇരിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ അകത്ത് മല്ലിപ്പൊടി ഇടുന്നത് നമ്മൾ ഒരു ടേബിൾ സ്പൂണാണ് മല്ലിപ്പൊടി ഇടുന്നത്. ഇനി നമ്മൾ പ്രധാനമായിട്ട് ചേർക്കുന്നൊരു കാര്യമുണ്ട്, അത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി നമ്മളൊരു 1/4 ടീസ്പൂൺ മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് എരി പോരാ എന്ന് തോന്നുവാണെങ്കിൽ മാത്രം നമ്മൾ കുറച്ചുകൂടെ ചേർത്താൽ മതി. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ പൊടി ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് തീ എപ്പോഴും കുറച്ച് വെച്ചിട്ട് എണ്ണയിലോട്ട് ഇടുവായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ ചുമച്ച് ഓടിയേനെ. ഇത് നമ്മൾ ആ ഒരു തക്കാളിയുടെ ഒക്കെ വെള്ളമയം ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ഫ്രഷായിട്ട് വിൽക്കുന്നത്. അപ്പം നമ്മളിനി നമ്മുടെ കുടംപുളിയുടെ വെള്ളം, അത് തന്നെ, അതാണ് നമ്മുടെ ഒരു വികാരം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതങ്ങ് തിളയ്ക്കാൻ വെക്കാം. ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ തന്നെ ഇവിടെ പൊരിഞ്ഞ് വരുന്നത്. നമ്മുടെ മീനിൻ്റെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതിന് തിളയ്ക്കാൻ വെക്കാം. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കറിവേപ്പില അതുകൂടെ ഇട്ടേ. അപ്പം ഒരു തേങ്ങയ്ക്ക് ഒരു അടിപൊളി കറിവേപ്പില ഉണ്ടെങ്കിലുണ്ടല്ലോ അതിനൊരു ഫ്ലേവർ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫ്ലേവർ. അപ്പം നമ്മുടെ കറിയുടെ കളറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം നമ്മൾ 1 ടീസ്പൂണ് ഉപ്പ് മാത്രം ചേർക്കുകയാണ്. ഇനി ആവശ്യമെങ്കിൽ നമ്മൾ പിന്നെ ചേർക്കാം. അത് തന്നെ, ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവന് ഇടുന്നൊന്ന് തിളക്കട്ടെ.
അപ്പോൾ ആ സമയത്ത് നമ്മുടെ തേങ്ങ അത് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അപ്പം ഒരു ഗോൾഡൻ ബ്രൗൺ, അതായത് സ്വർണ്ണ നിറത്തിലൊക്കെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ ആയി കഴിയുമ്പോൾ നമ്മുടെ തേങ്ങയും സെറ്റാകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കുണ്ടല്ലോ പിന്നെ നാരച്ചെടുക്കണം നന്നായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിളക്കട്ടെ, തേങ്ങ ഒന്ന് റെഡി ആകട്ടെ. അതുവരെ നമുക്കൊന്ന് എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, എനിക്ക് അടിപൊളി തേങ്ങ, നല്ല മണമുണ്ടല്ലേ, നല്ല മണം, നല്ല ടേസ്റ്റ്. അപ്പം ഇനി നമുക്കിതുണ്ടല്ലോ ഇതൊന്ന് തണുത്ത് എടുക്കണം. അപ്പം തണുത്തിട്ട് ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. അപ്പൊ ആ സമയത്തിന് നമ്മുടെ ഇതിന്റെ അകത്ത് ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മീന് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തേക്കാം. അവൻ അതിൻ്റെ അകത്ത് കിടന്ന് അങ്ങോട്ട് കുളിക്കട്ടെ ഗ്രേവിക്കകത്തോട്ട്. അതന്നെ 3 കറക്റ്റ്. എന്തായാലും കുളിപ്പിച്ച് എടുക്കാം. ഈ ഗ്രേവിക്കകത്ത് സെറ്റാക്കി എടുക്കാം. കൈ നല്ലതായിട്ട് പൊട്ടുന്നുണ്ട്. അത് ഒഴിവാക്കിയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഇവനെ നമ്മുടെ ഗ്രേവിയിൽ ഒന്ന് നന്നായിട്ട് മുങ്ങിക്കിടക്കണം. അവനവിടെ ചെറിയ തീയിൽ അവനവിടെ അങ്ങിരുന്ന് അങ്ങ് വേകട്ടെ. അപ്പം ആ സമയത്ത് നമുക്കുണ്ടല്ലോ നമ്മുടെ തേങ്ങ ഒക്കെ അരച്ച് റെഡിയാക്കി ഇവനൊന്ന് തണുക്കണം. നമുക്ക് ഒരു ഫാന്റെ കീഴിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിപ്പോൾ എളുപ്പമൊക്കെ റെഡിയാക്കണമെന്നുണ്ടെങ്കിലുണ്ട്. ഒരു പരന്ന പ്ലേറ്റിലോട്ട് എടുത്ത് ഇങ്ങോട്ട് ഇട്ടൊന്ന് ഇതാക്കി വെച്ചിട്ട് ഫാൻ്റെ അടിയിലോട്ട് ഒരു ട്രിക്കല്ലേ. അപ്പം നമ്മുടെ മീൻ അവിടെ നിന്ന് അവനങ്ങനെ കളറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ അപ്പോൾ ആ പ്ലേറ്റ് എടുത്താൽ നമുക്ക് ഇത് അതിനകത്ത് മാറ്റാം. ഞാൻ ഇത് കഴുകൊണ്ടുവരാം പ്ലേറ്റ്. അപ്പം അതിൻ്റെ മാറ്റിയിട്ട് നമുക്കത് അരച്ചിട്ട് കാണാം. അതെ, അപ്പോൾ നമുക്ക് ചെയ്യാം. വറുത്ത തേങ്ങ അല്ല നമ്മൾ അരച്ച്. ഇപ്പൊ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ആ ജാറിങ്ങി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഈ മീനിന്റെ ചാറിന്റെ ഉപ്പ് നോക്കി കേട്ടാ. ഉപ്പ് ഏട്ടനൊന്ന് നോക്കി വെച്ചിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പാകമാണെങ്കിൽ പിന്നെ ചേർക്കണ്ട, അല്ലെങ്കിൽ നമുക്കൊരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പൊടിയുണ്ട്, ആവശ്യത്തിന് പൊടിയുണ്ട്. ഒരു സ്വല്പം ഇട്ടേ, കാരണം അല്ലേ. അപ്പൊ നമുക്ക് ഈ ഇതിന്റെ അകത്തോട്ട് തന്നെ അങ്ങ് ഇട്ടേക്കാം. ഉപ്പ് പിന്നെ അങ്ങ് ചേരുമ്പോ ഒരുപോലെ ആയിക്കോളും. അപ്പൊ നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മുടെ തേങ്ങ വറുത്തരച്ച ഗ്രേവി കണക്ക് ചേർത്ത് കഴിഞ്ഞുണ്ടല്ലോ അവന്റെ ആ ഒരു സെറ്റപ്പ് ഒക്കെ മാറും. അതിന്റെ റെഡ് കളറും തേങ്ങയുടെ കളറും എല്ലാം കൂടെ സെറ്റ് കളറായി അടിപൊളി. കാര്യം നമ്മളുണ്ടല്ലോ ഈ തവിയൊക്കെ ഇട്ട് ഇളക്കി കഴിഞ്ഞുണ്ടല്ലോ നമ്മുടെ മീനെ അത്യാവശ്യം നല്ലപോലെ വെന്തിരിക്കുകയാണ്, നന്നായിട്ട് വെന്ത്. ഇനിയിപ്പം തേങ്ങ ചേർത്ത് കഴിഞ്ഞുകൊണ്ട് നമുക്കിനി തിളപ്പിക്കണ്ട, ഇനി അങ്ങ് നിർത്തി വെച്ചാൽ നമ്മുടെ മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ നമുക്ക് കറിവേപ്പിലയൊക്കെ ഇട്ട് ഒരു കറിവേപ്പില ഇവിടെ നമുക്ക് ഇട്ടേക്കാം. അതങ്ങോട്ട് ഉതിർത്തങ്ങിടുക. ഇനി നമുക്ക് സ്റ്റൗ നിർത്താം. എന്നിട്ടൊന്ന് അടച്ചു വെക്കണം. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ആവിയിൽ ആ സാധനമൊക്കെ ഒന്ന് അതിന്റെ കറിവേപ്പിലയുടെ ഇതും റെഡിയായി വരണം. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ ഉണ്ട് നോക്കണം. നമുക്ക് ഒരു ചെറിയ പീസ് നമുക്ക് ഇതേ എടുക്കാം. അതിൽ കറിവേപ്പില ഇരിപ്പുണ്ട്. കറിവേപ്പില നീ കഴിക്കില്ലല്ലോ. ഞാൻ ഞാൻ എടുക്കാം, കറിക്കകത്തിടാനുള്ള തവി ആയതുകൊണ്ട് ഞാൻ നല്ല പഞ്ഞി ഒരു വെന്തിട്ടുണ്ട്. പഞ്ഞിവരെ വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ കൂടെ നോക്കട്ടെ. നോക്ക് ഞാൻ വലിയ ടെസ്റ്റ്. അതെ, ഉപ്പ് അധികമില്ല, ആവശ്യത്തിന് മാത്രമേ ഉപ്പുള്ളൂ. ടെസ്റ്റ് പറയൂ.
എരി ഇവിടെ തേങ്ങയുടെ ഒരു രുചിയുണ്ടല്ലോ, പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇത് നമ്മുടെ കപ്പയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ആ, ഈ ഗ്രേവിയൊക്കെ ഒഴിച്ച് കപ്പ കഴിച്ചിട്ടുണ്ടല്ലോ, അസാധ്യ ടേസ്റ്റ് ആയിരിക്കും. സംഭവം നല്ല സൂപ്പറായിട്ട്. അതായത് നമ്മൾ കണ്ടല്ലോ ഇപ്പം നാട്ടിൽ ഈ സിലോപ്പിയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് മേടിച്ച് ഇതുപോലെ ഒന്ന് വറുത്തരച്ച്, കാര്യം നമ്മൾ സാധാരണ സിലോപ്പിയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ നമ്മൾ മറ്റേ ഒന്നെങ്കിൽ വറക്കും അല്ലെങ്കിൽ നാടൻ നമ്മൾ ചുമ്മാ മുളകരച്ചൊക്കെ ഉള്ളൊരു കറിയൊക്കെ ആയിരിക്കും വെക്കുന്നത്. പക്ഷെ ഇതുപോലെ തേങ്ങ വറുത്തരച്ച ഒരു കറി ഇത് വെച്ച് വയ്ക്കും. അതിൻ്റെ കൂടെ കുറച്ച് ഇതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ചെയ്തു കണ്ടാൽ തന്നെ കൊതി വരും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് എൻ്റെ അഭിപ്രായമൊക്കെ നമുക്ക് പറയുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ചാനൽ എന്തായിട്ട് സബ്സ്ക്രൈബ് സാധനമൊക്കെ ചെയ്ത് അതിൻ്റെ അടുത്തൊക്കെ ഒരു ബെല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് ഒന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്തിട്ട് ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കൂടെ പറയാം കേട്ടോ. അപ്പം നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള അടുത്തൊരു റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.